എന്തുവാ മുട്ടായി മാമ ചുമ്മാ ഇരുന്ന് സംസാരിക്കുന്നു? ഇതാര് ചങ്കുവോ? എന്തുകൊണ്ട് ചങ്കു വിശേഷം പോന്നു? ഞാൻ ഈ അൻവറിന്റെ കഥ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചു. കാരണം അൻവർ മുഖ്യമന്ത്രിയെ കണ്ടു, പാർട്ടി സെക്രട്ടറിയെ കണ്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ് എല്ലാം ശരിയാക്കുമെന്നാ. അപ്പൊ അൻവർ ഇങ്ങനെ വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പോയെന്ന്. എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് അൻവർ അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രി മൈൻഡ് ചെയ്തില്ലെന്നാ, പാർട്ടി സെക്രട്ടറി മൈൻഡ് ചെയ്തില്ലെന്നാ. പക്ഷെ അൻവർ പറയുന്നത് എന്നെ മൈൻഡ് ചെയ്തു, ഞാൻ പറയുന്ന എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. പക്ഷെ ADGPയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മുകേഷിന്റെ കാര്യത്തിലും ഒന്നും ഒരു താല്പര്യമില്ല. അതെല്ലാം മറന്നുപോയി. അപ്പൊ അമ്മയുടെ കാര്യമൊക്കെ പോയി. നീ അറിഞ്ഞോ? ഇല്ല, ഞാൻ അമ്മ ഇപ്പൊ ഒരു പരുവത്തിലായി. ഇപ്പൊ ഇന്നിപ്പോ വിനയം പറഞ്ഞിരിക്കുന്നത്, അമ്മ എന്ന് പറയുന്ന സംഘടന ചില ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സംഘടനയാണെന്നാണ് ഇന്ന് വിനയം പത്രത്തിലൂടെ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിനയൻ അങ്ങനെ പറയണമെങ്കിൽ ആ വിനയന് പറയാനുള്ള ഒരു ശക്തിയും ബുദ്ധിയും ഒക്കെ വന്ന എങ്ങനെയെന്ന് നോക്കിയാൽ അത് ഈ അമ്മയുടെ ഭാഗത്ത് വീഴ്ചകൾ തന്നെ ആയിരിക്കുമല്ലോ. ഇല്ലേ? അപ്പൊ ഒരു വശത്ത് അൻവർ പോയി, മറുവശത്ത് അമ്മ പോയി. ഇനിയിപ്പോ വരുന്നെന്ന് പറഞ്ഞാൽ ആന്റണി രാജുവും ജെട്ടിയോ. ആന്റണി രാജുവിന്റെ ജെട്ടിയുടെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി ഇപ്പൊ അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക ചില കാര്യങ്ങൾ. ഇപ്പൊ അവിടെ കണ്ട് കോവളത്തോ ഏതോ ഒരു സ്ഥലത്ത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം തോന്നുന്നു, ഒരു ജെട്ടിയുടെ കഥ. അതിപ്പോ ഇങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. നീ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ ജെട്ടിയുടെ കാര്യമൊന്നും അറിഞ്ഞില്ല. പല കാര്യങ്ങളും ഇവിടെ ഉണ്ടടാ. ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും. സംസാരിച്ചോണ്ടിരുന്നത് ഞാനിങ്ങനെ തനിച്ച് സംസാരിച്ചോണ്ട്. കാരണം എന്താ പറയാ, ചങ്കുനെ കിട്ടത്തില്ലല്ലോ. എനിക്ക് ജോലിയില്ല, നിങ്ങളെ പോലെയാണോ? അപ്പൊ ഞാൻ ജോലി ഇല്ലാത്തവനായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ടോ? പിന്നെ ഇതെല്ലാം അന്വേഷിക്കണ്ടേ? ഇതെല്ലാം നീ ഈ രാജ്യത്ത് ഒരു പൗരനല്ലേടാ നീ? ഞാനാണോ? നീ പൗരനല്ലേടാ? ഞാൻ പൗരനല്ലേ? എന്നിട്ട് എനിക്കും നിനക്കും അന്വേഷിക്കാനുള്ള അവകാശവും അധികാരമില്ലേ? അല്ല, അന്വേഷിച്ചിട്ട് മരത്തിന്റെ മൂട്ടി ഇരുന്നോണ്ട് കാര്യമില്ലല്ലോ. മരത്തിന്റെ മൂട്ടി ഇരുന്ന് അന്വേഷിക്കുമ്പോഴാണ് അതിനകത്തൊരു വികാരം ഉണ്ടാവും, ഒരു വിചാരം ഉണ്ടാവും. പിന്നെ അതൊന്നും ശരിയ കാര്യമൊന്നുമല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇവിടെ ആളുകളുണ്ട്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട്. എല്ലാരും പറയുന്ന കേൾക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ടല്ലേടാ TV-യുടെ മുന്നിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ചർച്ചയല്ലേ? അവിടെല്ലാം ഈ ആളുകൾ ഇരുന്ന് കേൾക്കാനിരിക്കുന്നുണ്ടല്ലേ അവര് വർത്താനം പറയുന്നത്. അതില്ലെങ്കിൽ അവർ വർത്താനം പറയൂ? സീരിയല് കാണാൻ ആളില്ലേ? സീരിയല് വെക്കൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഏത് കാര്യത്തിനും അതിൻ്റെതായ ശക്തിയും ബുദ്ധിയും എവിടെയുണ്ട്? നമ്മുടെ മനസ്സിലുള്ളത് പോലെ എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്.